नमस्ते बच्चों, सब लोग कैसे हो? खुश है ना? तो आज हम कुछ तुम्हारे टेक्स्ट बुक में कुछ कार्यानुभव है पेज नंबर 10 में, वो सब हमें आज करना चाहिए। तो हम पहले रा के विभिन्न रूपों के बारे में पढ़ा, तो इससे संबंधित कुछ कार्यानुभव है. രായുടെ വിഭിന്ന രൂപങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യാനുഭവങ്ങളാണ്, അതായത് കുറച്ച് എക്സസൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കത് നോക്കാം. പെഹല പേജ് നമ്പർ 10 ആണ്. അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിത്ര देखिए और उनके नामों को रा के अलग अलग रूपों वाले शब्दों में लिखिए. ചിത്രങ്ങൾ കണ്ടിട്ട് രായുടെ വിഭിന്നമായിട്ടുള്ള വിവിധ രൂപങ്ങൾ ഏതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അതിന് താഴെ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. तो यहाँ പിക്ചർ രാഖി, നിങ്ങൾ രാഖി കണ്ടിട്ടുണ്ടാവും. കയ്യിൽ കെട്ടുന്ന ഒരു ടോയിനാണ്, അത് കുറച്ച് ഭംഗിയുള്ളതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ വളരെയധികം ഒരു ആഘോഷം തന്നെയാണ് രാഖി ബാന്ധൻ എന്ന് പറയുന്നത്. രാഖി കെട്ട്, രാഖി ബന്ധൻ. അപ്പോൾ നമുക്കിവിടെ രാഖിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഹിന്ദിയിൽ നമ്മൾ തന്നെ രാഖി എന്നാണ് പറയുന്നത്. ഓക്കെ, तो രാഖി ഹം कैसे लिखते हैं? രാഖി നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. രാഖി कैसे? ऐसे हम लिखते हैं राखी. ओके, राखी. और उसके രക്ഷാബന്ധൻ നമ്മളിതിനെ പറയും. ഇതിനെ എന്താ പറയുക? രക്ഷാബന്ധൻ എന്നും പറയാറുണ്ട്. तो इस क्या है? राखी. और उसके बाद तीसरा चित्र है, एक ट्रेन का चित्र है. दूसरा एक ट्रेन का चित्र है. ഒരു ട്രെയിനിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്താം? ട്രെയിൻ എങ്ങനെ എഴുതുന്നേ? ഇത് എന്താണ്? ഗോളാകൃതിയിൽ എഴുതുന്ന അക്ഷരമാണല്ലേ. നീച്ചെ സെ ഗോൾ ആത്തെ ഹെ. ഇസ് അക്ഷർ നീച്ചെ സെ ക്യാ कैसे लिखते हैं? गोलाकृति में लिखते हैं. इसलिए ഇവിടെ നമുക്ക് ഏത് ചിഹ്നമാണ് വരുന്നത്? രായുടെ ചിഹ്നം ഏതാണ്? ഈ ചിഹ്നമാണ് വരുന്നത്. അപ്പോൾ ഇതിനെ എന്താ പറയുക? ഇപ്പം എന്തായി? ട്രാ എന്നായി. അപ്പോൾ ഇത് ട്രെയിൻ. ക്യാ ഹെ? ട്രെയിൻ. तो यहाँ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അറിയാം. നമ്മുടെ ഐസ് കട്ട ഉണ്ടല്ലോ, ഐസ് കട്ടയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. तो इसे हम बर्फ कहते हैं. क्या है? ബർഫ്. അതായത് ഐസിനെ നമ്മൾ ബർഫ് എന്നാണ് പറയുന്നത്. ബാ എഴുതുക, ബർഫ് ആണ് കേട്ടോ. ബാ എഴുതുക, ഫാ എഴുതുക. ഫായുടെ മുകളിലാണ് എന്ത്? ഇർച്ചിഹ്നം. ഇവിടെ നോക്കൂ, ഒരു രണ്ട് വ്യഞ്ജൻ അക്ഷരങ്ങൾക്കിടയ്ക്ക് രാ വരികയാണെങ്കിൽ നമ്മൾ എന്താ? റഫ് രായാണ് ഇവിടെ എഴുതുന്നത്. എന്തെഴുതും? റഫ് ര. तो क्या है? राखी, ट्रेन, बर्फ. ओके, तो उसके बाद चौथा चित्र है, ഒരു പ്രാണിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ അതിനെ മच्छर എന്ന് പറയാം. കൊതുക്. മच्छर क्या है? കൊതുക്. तो यहाँ मच्छर हमें लिखना चाहिए. മാ ചാ ഹാഫ് ഛാ ര, മच्छर. കണ്ടോ? മच्छर. क्या है? മच्छर. ഇവിടെ രായാണ്, രായുടെ രൂപം വന്നു അല്ലേ? മच्छर. और उसके बाद ഇവിടെ ഒരു ട്രക്കിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ട്രക്ക് ഇല്ലേ, ചെറിയ ലോറിയുടെ ചെറുത്. അപ്പോൾ ട്രക്ക്. तो यहाँ हमें क्या लिखना चाहिए? ट्रक. ट्रक. उसके बाद പിക്ചർ ഓഫ് എ സൺ, ഒരു സണ്ണിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സണ്ണിൻ്റെ വാക്ക് എന്താണ്? രാ വരുന്ന വാക്കെന്ന് പറയുമ്പോൾ സൂര്യയാണ്. സൂര്യ, सूर्य. ऐसे हम लिखते हैं. तो देखो, राखी, ट्रेन, बर्फ, മच्छർ, ട്രക്ക്, സൂര്യ. ഇതാണ് ആ ചിത്രങ്ങൾ. അതിന് താഴെയായിട്ട് ഈ പദങ്ങൾ നിങ്ങൾ എഴുതി ചേർക്കുക. तो उसके बाद दूसरा कार्यानुभव है, रा के अलग अलग रूपों वाले दो शब्द लिखिए. രായുടെ വിഭിന്ന രൂപങ്ങൾ ചേർന്നിട്ടുള്ള രണ്ട് ശബ്ദങ്ങൾ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ശബ്ദങ്ങൾ കൂടി നമുക്ക് എഴുതാം. രാ വെച്ചിട്ട് വരുന്ന വാക്കുകൾ നിങ്ങൾക്ക് എഴുതാം. ഏതെഴുതാം? റബ്ബഡ് എഴുതാം. റബ്ബഡ് എന്താണെന്ന് അറിയില്ലേ? എറേസർ. क्या है रबड़? एरेसर. तो उसके बाद हमें मटर क्या है? मटर. പയർ, പീസ് പഠിച്ചു കാണും. മട്ടർ. റബ്ബഡ്, മട്ടർ. അങ്ങനെ രാ വരുന്ന ഏത് പദങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. രൂപം എഴുതാം, രാഘവ് എഴുതാം, റെങ്ക് എഴുതാം, റെങ്ക് എഴുതാം. അതുപോലെ രംഗ് എഴുതാം. രംഗ് क्या है? രംഗ് കളർ. रिंग. ओ समय तो जो कुछ शब्द तुम जानते हो वो सब रा वाले शब्द यहाँ लिखना चाहिए.
तो इसके बाद ഇതാണ് ആദ്യത്തെ രൂപം അല്ലേ, ഫസ്റ്റ് രൂപം ഇതാണ്. ദെൻ ദൂസറാ രൂപ ക്യാ ഥാ, ഇർ, ഈ ചിഹ്നമാണ് അല്ലേ. ഇത് നമ്മളിനി ഈ ചിഹ്നം വരുന്ന ശബ്ദങ്ങൾ നമുക്ക് എഴുതാം. ഏതെഴുതാം? പർവ്വത് എഴുതാം, പർവ്വത്. പിന്നെ ബർഫ് എഴുതാം, പർവ്വത് എഴുതാം, ബർഫ്. വർഷ്, ഹർഷ്, ഹർഷ് എഴുതാം, ഹർഷ്, ഹർഷ് എഴുതാം, ഹാ ഇർഷ്, ഹർഷ്. കണ്ടോ, ഹർഷ് എഴുതാം. അപ്പോൾ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ നമുക്കിവിടെ എഴുതാം അല്ലേ. ഹർഷ എഴുതാം. ഉസ്കെ ബാദ് ഹർഷ് ഓർ ചർച്ച എഴുതാം, ചർച്ച, ചർച്ച, ചർച്ച എഴുതാം. ओके, तो ये सब इर चिन्ह वाले रफ चिन्ह वाले शब्द हैं, रफ चिन्ह वाले शब्द हैं. तो ये दूसरा हम लिख चुका है. तो यहाँ तीसरा, तीसरा क्या है? तीसरा चिन्ह है पदेन. क्या है? പതേൻ ചിഹ്നം. പതേൻ ചിഹ്നമാണ് മൂന്നാമത്തെ ചിഹ്നം. ഏതാണ്? പതേൻ ചിഹ്നം. പതേൻ ചിഹ്നം വരുന്ന ശബ്ദങ്ങൾ നമുക്കിവിടെ എഴുതാം. ക്രമ എഴുതാം, ക്രമ എഴുതാം, ഭ്രമ എഴുതാം, ഭ്രമൺ എഴുതാം, ഭ്രമൺ എഴുതാം, ഭ്രമൺ എഴുതാം. ദെൻ ദ്രവ് എഴുതാം, ദ്രവ്, ദായുടെ കൂടെ ദ്രവ്, ദ്രവ് എഴുതാം. ഓക്കെ, പ്രാതഹ എഴുതാം, പ്രാതഹ, പ്രാതഹ ക്യാ ഹെ? മോർണിംഗ്, പ്രാതഹ എഴുതാം. അപ്പം നമുക്ക് ഒരുപാട് വാക്കുകളുണ്ട്. ഓക്കെ, ദോ ശബ്ദ ലിഖന ചെയ്യും, 2 വേർഡ് എഴുതിയാൽ മതി. ഇപ്പം ഞാനിവിടെ 3, 4 ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓർ ചൗഥാ നിയം ക്യാ ഹെ? ഈ ചിഹ്നമായിരുന്നു അല്ലേ, വി തിരിച്ചിടുന്ന ചിഹ്നമാണ്. അപ്പം നമുക്കിവിടെ ട്രക്ക് എഴുതാം, ട്രക്ക് എഴുതാം. ഓർ ഡ്രം എഴുതാം, ട്രെയിൻ എഴുതാം, ട്രെയിലർ എഴുതാം, ഡ്രിപ്പ് എഴുതാം. तो देखा, അപ്പോൾ രാ വരുന്ന ചിഹ്നങ്ങൾ നമുക്കിവിടെ ഇങ്ങനെ ഒരുപാട് ചിഹ്നങ്ങൾ, ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും. അതെല്ലാം നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ 2 വേർഡ്സ് എഴുതിയാൽ മതി. वो तो लिखना चाहिए. और उसके बाद हमें और एक और कार्यानुभव है, पेज नंबर 12 में. गोले में दिए गए शब्दों में से सही शब्द चुनिए और वर्ग पहेली पूरी कीजिए. അതായത് ഒരു വർഗ പഹേലി കൊടുത്തിട്ടുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതായത് നമ്മൾ ടെക്സ്റ്റ് പത്രത്തിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ബാലരമ, ബാലഭൂമിയൊക്കെ നിങ്ങൾ പണ്ട് വായിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പദപ്രശ്നം ഉണ്ടല്ലോ, സ്പേസ് ഇട്ടിട്ട് നമുക്ക് അവിടെ വിട്ടുപോയ അക്ഷരങ്ങൾ പൂരിപ്പിച്ച് എഴുതുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ അതുപോലൊരു എക്സസൈസ് ഉണ്ട് പേജ് നമ്പർ 12. तो ये भी तुम लोग करना चाहिए. ഇവിടെ എല്ലാ ഒരു 4 വേർഡ് ലെറ്റേഴ്സ് മിസ്സിംഗ് ആണ്, നിങ്ങളത് കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ എഴുതിയിടാം. ഇത് വെരി സിമ്പിൾ ഹേ, വളരെ സിമ്പിളാണിത്. അപ്പോൾ അതിതാ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതുപോലെ ബാക്കിയുള്ളത് നിങ്ങൾ എഴുതുക. ഇതുപോലാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 4 കോളംസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്, 4 ഇതുപോലെ 3 സെപ്പറേറ്റ് ഉണ്ട്. അപ്പം ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹ, യാ, ക്ഷ ഓർ റ, ഇതൊക്കെയാണ് നമ്മുടെ ലെറ്റേഴ്സ്. അപ്പോൾ ഇതിൽ വേർഡ്സ് കുറച്ച് ലെറ്റേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വിട്ടുപോയതാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. നമ്മൾ പഠിച്ച പാഠം ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ. കൽപ്പന ചൗളയുടെ പാഠമാണ് പഠിച്ചത്. അപ്പോൾ ആ പാഠമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളത് കണ്ടുപിടിച്ചത് ഇവിടെ സുന ഡാഷ് ന, സുന ഡാഷ് ന. അതുപോലെ ഇവിടെ നിശ്ച, നിശ്ച, ഇവിടെ ഏതാണ് ലെറ്റർ? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ലെറ്ററാണ് മിസ്സിങ്. ഏതാണ് പറയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതിൽ ഹായാണോ, യായാണോ, ക്ഷായാണോ, രായാണോ എന്നുള്ളത് നിങ്ങൾ പറയണം. ഏതായിരിക്കും? ഇവിടെ ഹാ വന്നാൽ കറക്റ്റ് ആവോ? സുൻഹന, നിശ്ചഹ എന്ന് വരില്ല. പിന്നെ ക്ഷ വന്നാലോ? സുനക്ഷന,
നിശ്ചക്ഷ് എന്ന് വരും, അത് തെറ്റാണ്. തോ റാ നമ്മൾ നോക്കുകയാണെങ്കിലോ സുൻരന വരും, നിശ്ചര് എന്ന് വരും, അതും തെറ്റാണ്. പിന്നെ ഇവിടെ ഏതാണുള്ളത്? യാ ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് സുനയന, ആ നാ ചേർത്താലോ, യാ ചേർത്താൽ സുനൈന, നിശ്ചയ്. ദേഖാ സുനൈന നിശ്ചയ്, ഇത് നമ്മൾ പഠിച്ച വാക്കാണ്. സുനൈന ക്യാ ഹെ? കൽപ്പന ചൗളയ്ക്ക് ഇടാൻ വെച്ചിരുന്നൊരു പേരായിരുന്നു സുനൈന അല്ലേ. അതുപോലെ നിശ്ചയം എന്ന് വെച്ചാൽ ഉറപ്പിച്ചത്, തീരുമാനിച്ചത്, നിശ്ചയിച്ചത്, നിശ്ചയ്. तो यहाँ क्या है करेक्ट शब्द? या. तो ഇതുപോലെ ബാക്കി 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇതുപോലെ, അപ്പോൾ യാ നിങ്ങൾ വെട്ടുക, കാരണം യാ നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ഇനി 3 അക്ഷരങ്ങളാണുള്ളത്, അത് നിങ്ങൾ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ, വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. तो बाकी हम अगले क्लास में पढ़ेंगे. धन्यवाद.